ഇനി കുറച്ച് സങ്കടകരമായ കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട്. അത് മറ്റൊന്നുമല്ല, ജപ്തി ഭീഷണിയിൽ ചങ്ങനാശ്ശേരി വാഴപ്പള്ളി സ്വദേശി സുരേഷും കുടുംബവും. 15 വർഷമായി വൃക്കരോഗിയായ സുരേഷിനോട് ഈ മാസം 30-ാം തീയതിക്കുള്ളിൽ വീട്ടിൽ നിന്ന് ഒഴിയണമെന്നാണ് കേരള ബാങ്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. പറഞ്ഞ കാലാവധിയൊക്കെ കഴിഞ്ഞിരിക്കുക. അവർ പറഞ്ഞ നമ്മുടെ അടുത്ത് ഒരുപാട് അവധി തന്നെ, ഇനിയിപ്പോൾ അവർ പറയുന്നത് ഇനി അവധി തരത്തില്ലെന്നാണ് പറഞ്ഞു. 15 വർഷമായി വൃക്കരോഗത്തിന് ചികിത്സയിലാണ് വാഴപ്പള്ളി പറാൽ സ്വദേശി സുരേഷ്. ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് ചെയ്യും. 2012-ൽ ചികിത്സ വഴിമുട്ടിയപ്പോൾ വീട് പണയം വെച്ച് 6 ലക്ഷം രൂപ ലോൺ എടുത്തു. 7 വർഷം മുൻപ് കിഡ്നി മാറ്റിവെച്ചു. ചികിത്സ കാരണം ലോണിന്റെ തിരിച്ചടവ് മുടങ്ങി. ഇപ്പം 4,25,000 രൂപ അടയ്ക്കണമെന്നാണ് അവർ പറയുന്നത്. പിന്നെ അവർ പറഞ്ഞ് നമുക്ക് 3 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ ഇപ്പം എൻ്റെ ഈ അസുഖമൊക്കെ വെച്ച് 3 ലക്ഷം രൂപ അടയ്ക്കുവാണ് തരാമെന്ന് പറഞ്ഞു. ഞാനിപ്പം എനിക്ക് ആഴ്ച 3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യണം. അപ്പം അതിൻ്റെയൊക്കെ നാട്ടുകാരൊക്കെ നമ്മളെ സഹായിക്കുന്നതൊക്കെ ഇനിയിപ്പം അടയ്ക്കാൻ നിവൃത്തിയില്ല. ഈ മാസം 30-ാം തീയതിക്കുള്ളിൽ 3 ലക്ഷം രൂപ തിരിച്ചടയ്ക്കണമെന്നാണ് കേരള ബാങ്ക് സുരേഷിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. കയറി കിടക്കാനായിട്ട് ഇപ്പം ഏത് നിമിഷം ജപ്തിക്കാർ വന്ന് ഞങ്ങൾ ഇറക്കി വിടുന്ന ഒരു ലെവലിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. എന്ത് ചെയ്യണമെന്നൊന്നും ഞങ്ങൾക്കറിയത്തില്ല, എങ്ങോട്ട് പോകുമെന്നും അറിയത്തില്ല. അങ്ങനെ കഴിയുന്ന മരുന്ന് മേടിക്കാൻ പോലും നിവൃത്തിയില്ല. ഒരു മോനുള്ളത് കൂലിപ്പണി ചെയ്ത് ഞങ്ങൾ കഴിയുന്നത്. മകന്റെ കൂലിപ്പണിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ് നിലവിൽ കുടുംബം മുന്നോട്ട് പോകുന്നത്. സുരേഷ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് വെളിയിൽ പോയി ഒരു ജോലി ചെയ്ത് നിങ്ങളുടെ കടം വീട്ടാൻ യാതൊരു നിവൃത്തിയില്ല. അത് ശോഭയ്ക്കാണേലും പുറത്തു പോയി പണിയെടുക്കാൻ പറ്റത്തില്ല. കാരണം അത്ര ബുദ്ധിമുട്ടിയാണ് ഇതുങ്ങളിപ്പോൾ ജീവിക്കുന്നത്. പിന്നെ മോനുണ്ടെന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 1 ദിവസമോ അല്ലെങ്കിൽ ചിലപ്പോൾ ആഴ്ച 2 ദിവസമുള്ള പണി ആ പയ്യനുണ്ട്. അതിനും ഇതുപോലെ തന്നെ പുറത്ത് ഈ അച്ഛനെ ഇട്ടിട്ട് അച്ഛനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ഉത്തരവാദിത്വം മുഴുവൻ അവനാണ്. അവനും ശരിക്കും പറഞ്ഞാൽ ഈ അച്ഛന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഈ മാസം 30-ന് ശേഷം എന്ത് ചെയ്യുമെന്ന വലിയൊരു ചോദ്യം ഈ കുടുംബത്തിന് മുന്നിൽ പ്രതിസന്ധിയായി നിൽപ്പുണ്ട്. സഹായിക്കാൻ സുമനസ്സുകൾ വരുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.